ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ച് ഡയറി. എല്ലാവർക്കും സുഖമല്ലേ? വിഷു ഇങ്ങെത്തിയല്ലേ? ഇനി ആകെ 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അടുക്കളയൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. രാവിലത്തെ ഫുഡൊക്കെ ആക്കി അതിന് ശേഷമാണ് ഈ ക്ലീനിങ്ങിലോട്ട് ഞാൻ വന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ പ്ലേറ്റിൻ്റെ സ്ഥാനമൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ ജനലും അതിൻ്റെ പടിയും ഒക്കെ തുടച്ചെടുക്കുവാണ്. എല്ലാം ദിവസവും തുടക്കുന്നതാണെങ്കിലും നമ്മൾ നല്ലൊരു ദിവസമല്ലേ വരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഇന്ന് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ നന്നായിട്ടൊന്ന് മേലെയും താഴെയും ഒക്കെ അടിച്ചു വാരി തുടക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാനുള്ളത്. അപ്പോൾ അടുക്കളയിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ മാറ്റി കൊടുത്ത് ചെടിയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതിനെ ഒന്ന് ഉഷാറാക്കാനാണ്. ഇതിപ്പോൾ 1 വർഷമായി ആ ചെടി. ലക്കി ബാമ്പു ആണ്. അതിൻ്റെ ഗ്രീൻ കളറുള്ളതാണ്. അതിൻ്റെ വെറൈറ്റി കളേഴ്സ് എൻ്റെ അടുത്തുണ്ട്. ഒന്ന് ലൈറ്റ് മഞ്ഞയും പച്ചയായിട്ടുള്ളതുണ്ട്, പിന്നെ പച്ചയും വൈറ്റും ഉള്ളതുണ്ട്. അങ്ങനത്തെ 2-3 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ടേ എൻ്റെ അടുത്തുള്ളതാണ്. അതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകൾ ഞാൻ മുറിച്ചിട്ട് ഇതുപോലെ വെള്ളത്തിൽ കുത്തി വെച്ചിട്ട് അങ്ങനെ ഒരു മിനി ബാമ്പു എന്നുള്ള തരത്തിൽ ഞാൻ ആക്കി വെച്ചതാണ്. ഇത് മണി പ്ലാന്റ് ആണ്. അതും ചെറിയൊരു കഷ്ണം കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഒരു പോട്ടിലോട്ട് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഈ ക്ലേ പോട്ട് എൻ്റെ മോള് കലോത്സവത്തിന് പോയിട്ട് കളർ ചെയ്തതാണ്. അവൾക്ക് കലോത്സവത്തിന് പോട്ടറി പെയിൻറ്റിങ്ങിൽ A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ വേറൊരു ചെറിയ പോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിൽ. അത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞാൻ ചെയ്ത് പഠിപ്പിച്ച ഒരു പോട്ടാണത്. ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മേശയൊക്കെ തുടച്ചു, ആ പ്ലേറ്റൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഇതൊക്കെ അധികവും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്ലേറ്റുകളാണ്. പൊടിയൊക്കെ തട്ടിയപ്പോൾ പ്ലേറ്റിലൊക്കെ ആയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുവാണ്. നമ്മൾ ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എന്തായാലും കഴുകിയിട്ടേ എടുക്കുകയുള്ളൂ. അപ്പോൾ എന്നാലും നന്നായിട്ടൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. ഇതാ ഇവിടെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ പോട്ട്. അത് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ് വരച്ച് പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഏകദേശം അവൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്ത് കാണുന്ന ബോട്ടിലുള്ള ആ ഒരു ചിത്രം അതും വീട്ടിൽ നിന്ന് ചെയ്ത് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ പോട്ട് കിട്ടാൻ കുറച്ച് വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബോട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ പ്ലേറ്റൊക്കെ ആ റാക്കിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിനടുത്ത് ഒരു ഗ്ലാസ്സിലൊരു ചെടിയുടെ തിരി കണ്ടോ, അത് പുതിനയാണ്. പക്ഷേ മുളപ്പിച്ചിട്ടും അതൊന്നും ശരിക്കും പിടിച്ച് കിട്ടുന്നില്ല. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ചീഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. മുമ്പ് എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ പുതിന തൈകൾ അമ്മ നട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അതിൻ്റെ അകത്തുനിന്ന് പറിച്ചിട്ടുമുണ്ട് ഞങ്ങൾ. ഇത് വേറൊരു മണി പ്ലാന്റിൻ്റെയാണ്. ഇതൊക്കെ നല്ല ഉഷാറുള്ള തൈകളൊന്നും ആയിരുന്നില്ല. എന്താണ് പറയുക, ഒരു പിചാളി പോലത്തെ ഒരു നല്ല തൈയൊന്നും അല്ലായിരുന്നു. എങ്കിലും എനിക്ക് ചെടികൾ കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. ആ ചെറിയൊരു കഷ്ണമാണെങ്കിലും ഞാനത് സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെയുള്ള തൈകളാണ് ഇങ്ങനെ നല്ലൊരു കാണാൻ കുറച്ചെങ്കിലും ഭംഗിയുള്ള ഒന്നായത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല സാധനം വെച്ചാൽ പോരെ എന്നുള്ളത്. പക്ഷേ ഇതുപോലെ മോശമായ ഒന്നിനെ നമ്മൾ നന്നാക്കി എടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും തുടക്കുന്നതാണെങ്കിലും നമ്മുടെ സ്റ്റൗ ഈ ഡീപ്പ് ക്ലീനിൻ്റെ സമയത്തൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഡീപ്പ് ക്ലീന് റൂമൊക്കെ ഞാൻ ദിവസവും ചെയ്യുന്നതാണെങ്കിലും എല്ലാ ദിവസവും അടിച്ചു വാരുന്നതാണെങ്കിലും ഒക്കെ ഭയങ്കര പൊടി തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അടുക്കളയുടെ ക്ലീനിങ് മാത്രമാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം നാളെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ മേശയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ ഉണ്ടാക്കി വെച്ചിട്ട് നേരത്തെ എടുത്തു വെച്ചതാണ് മോൾക്ക് വേണ്ടിയിട്ട്. അവളെ വിളിച്ചാലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവൾക്ക് ചായ കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് കൊണ്ടു കൊടുത്തിട്ട് വരാം.
ഇനി മേശയൊക്കെ തുടച്ചു, നമ്മുടെ പൊടിയൊക്കെ തട്ടി എല്ലാം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടിച്ചു വാരണം. നന്നായിട്ടൊന്ന് അടിച്ചു വാരിയും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഡീപ്പ് ക്ലീൻ കഴിഞ്ഞു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.